السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി കോൺഫറൻസിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ വ്യതിരിക്തത എന്ന് പറയുമ്പോൾ, ഒരു കുടുംബത്തെക്കുറിച്ച് ഉള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഓരോ പ്രസംഗകരും പ്രഭാഷകരും ഇവിടെ പറയുമ്പോൾ അതിന് നമ്മുടെ കുടുംബം എല്ലാവരും ഒന്നിച്ച് കാതോർക്കുന്നു എന്നതാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ പ്രത്യേകത. ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഒരു കുടുംബയാത്രയായിട്ടാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സമ്മേളന യാത്ര അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കുക. സാധാരണ നമ്മൾ ജോലിക്ക് പോകുന്നോ മറ്റു കാര്യങ്ങൾക്ക് പോകുന്ന പോലെയല്ല. പരമാവധി വീട്ടിലെ ആളുകളെ കൂട്ടി സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ ബസ്സിലോ കയറി വരുമ്പോൾ ഭാര്യയും മക്കളും മാതാപിതാക്കളും എല്ലാവരും ഒന്നിച്ചുള്ള ഒരു കുടുംബയാത്രയിലാണ് ഈ മഹാകുടുംബ സമ്മേളനത്തിൽ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. സത്യത്തിൽ സമ്മേളനങ്ങളെല്ലാം നടത്തുമ്പോൾ ഒരു മഹാജനാവലിയെ കാണിച്ചു കൊടുക്കുക എന്നതിലുപരി വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടെയാണ് ഈ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആളുകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു മഹാസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ മഹാസദസ്സിനെ ഒരു പക്ഷേ സാക്ഷി നിർത്തി എനിക്ക് പറയാനാകും, എന്തെങ്കിലും ഒരു വിഷയം എൻ്റെ കുടുംബത്തിൽ ഇല്ല എന്ന് തീർത്തു പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ? ആരെങ്കിലും നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ നമ്മുടെ കുടുംബത്തിൽ അതീവ രഹസ്യമായി മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു വേദന പറഞ്ഞാൽ, ഒരാശ്വാസത്തിൻ്റെ വചനം തിരിച്ചു പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളുടെ മുന്നിൽ എത്തിയാൽ പറയാനൊന്നുമില്ലെന്ന് പറയുന്നവർ എത്ര പേരുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ എന്ന് ചോദിക്കുക. ഒരുപക്ഷെ യാത്രാ സന്ദർഭങ്ങളിലാണ് പലപ്പോഴും ഞങ്ങളൊക്കെ ഫോണ് അറ്റൻഡ് ചെയ്യാൻ, പലപ്പോഴും ബ്ലൂടൂത്തിലൊക്കെ അത് കേട്ട് വരാൻ ചിലപ്പോഴൊക്കെ അപൂർവമായ സമയങ്ങൾ കിട്ടും. ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഇന്നത്തെ ഒരു അനുഭവം പറഞ്ഞാൽ പോലും, രാവിലെ ഞാനൊരു പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ ആ സ്ത്രീ ഒന്നും എന്നോട് സംസാരിക്കാൻ കഴിയില്ല. അവർ കരയുകയാണ്. തുടക്കം മുതൽ അവസാനം വരെ എത്രയോ സമയം. ഇപ്പം കരയുമ്പോൾ നമുക്കവർ പറയുന്നത് എന്താണെന്ന് ഒരിക്കലും വ്യക്തമല്ല. പക്ഷേ ഞാൻ അപ്പം മനസ്സിലാക്കി, പറയുന്നതിനല്ല സമയം, ആ കരച്ചിലിനാണ് സമയം കൊടുക്കേണ്ടത് എന്ന്. അവർക്കൊന്ന് കരഞ്ഞു തീരാൻ, തൻ്റെ വേദനകളൊന്ന് പൊട്ടിക്കരയാൻ അതിന് വീട്ടിൽ പറ്റൂലല്ലോ. നമ്മൾ കരഞ്ഞാൽ നമ്മുടെ മക്കൾ മുഖത്തേക്ക് നോക്കില്ലേ സഹോദരങ്ങളെ? 1.5 വയസ്സായ 3 വയസ്സായ കുട്ടി ഉമ്മ കരയുമ്പോൾ ഉമ്മൻ്റെ മുഖത്ത് നോക്കിയാൽ ആ മനസ്സു തകരും. ആ കുട്ടി കാണാതെ എങ്ങനെ കരയും? ഒന്ന് പൊട്ടിക്കരയാൻ പോലും കുടുംബത്തിൽ സാധ്യമല്ലാത്തവരാണ് നമ്മൾ. ഒരു കുടുംബനാഥനാണെങ്കിൽ 50ഉം 60ഉം വയസ്സായ ഒരാൾ എങ്ങനെ കരയും? അവർക്ക് എങ്ങനെ കരയാൻ പറ്റും? കൗൺസിലിങ്ങിന് വന്നിരിക്കുന്ന പലരും കരയാറുണ്ട്, പുരുഷന്മാർ. അവർ കരയുമ്പോൾ എത്ര പെട്ടെന്നാണ് ആ ഭാവത്തെ മറച്ചു വെക്കാൻ അവർ നമ്മുടെ മുന്നിൽ ക്ഷമിക്കാറുള്ളത്.
അങ്ങനെ കരയാൻ ആഗ്രഹിക്കുന്ന, ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ടെങ്കിലും ഒരു സമാശ്വാസം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയെത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ വീടുകളിലുള്ളത്. ഒരു പക്ഷേ ആരോ പറയുന്നു ഇതെൻ്റെ വിധിയായിരിക്കും, ഇതെൻ്റെ കാര്യം അങ്ങനെയാണ്, എനിക്കൊരു പ്രതീക്ഷയുമില്ല. ആ സഹോദരി എന്നോട് പറഞ്ഞത് മരിക്കാതിരിക്കാൻ ഒരു കാരണമേ ഉള്ളൂ, 5 മക്കൾ. 5 മക്കളില്ലെങ്കിൽ ഞാൻ മരിച്ചിരിക്കും. മൂത്ത മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ചെറിയ കുട്ടിക്ക് 5 വയസ്സാണ്. അവരില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് ഇന്ന് എന്നോടൊരു സഹോദരി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത്രമാത്രം പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ വേദനകളായി നിൽക്കുമ്പോൾ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു വാചകം അവരുടെ ജീവിതത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയെങ്കിലോ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മഹാസമ്മേളനത്തിൽ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഒരു മഹാസദസ്സിനോട് ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു കുടുംബത്തിന് എങ്ങനെ പരിഹാരമുണ്ടാക്കാൻ ഇത്രയധികം ആളുകളോട് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? അത് സാധിക്കും സഹോദരങ്ങളെ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മതത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് കഴിയും. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ശരിയായതിലേക്ക് മനുഷ്യനെ മാർഗദർശനം ചെയ്യാൻ വിശുദ്ധ ഖുർആനിന് കഴിയും. ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം പറയുന്നിടത്ത് ഖുർആൻ പരാജയപ്പെടൂല. വിശുദ്ധ ഖുർആൻ അറിയുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഏതേത് പ്രശ്നങ്ങൾക്കും പരിഹാരം പറയാൻ പറ്റും. വളരെ സന്തോഷകരമായൊരു അനുഭവം ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഒരു വിവാഹ ഖുതുബ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു വിവാഹ ഖുതുബ നിർവഹിക്കുക ഒരു വീട്ടിൽ വെച്ച്. ആ വിവാഹ ഖുതുബ കഴിഞ്ഞ് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അതേ സ്ഥലത്ത് വീണ്ടും ഒരു ഖുതുബയ്ക്ക് വേണ്ടി, ഒരു നിക്കാഹിന് വേണ്ടി ഞാൻ ചെന്നു. അവിടെ ചെന്ന സന്ദർഭത്തിൽ ഒരു കാരണവർ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു. നിങ്ങളിപ്പോൾ ഒരു ഖുതുബ നിർവഹിച്ചില്ലേ, നിക്കാഹ് ഖുതുബ? ഇതുപോലെ ഒരു നിക്കാഹ് ഖുതുബ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വെച്ച് കേട്ടു. ഞാൻ നിങ്ങളോട് ആ സന്തോഷം പറയണമെന്നൊന്നോ ആഗ്രഹിച്ചു, പക്ഷേ എൻ്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. അന്ന് നിങ്ങൾ പറഞ്ഞ ഇതേപോലെയുള്ള 10 നേരിട്ട് സംസാരം ഞാനും എൻ്റെ ഭാര്യയും ഒന്നിച്ച് കേട്ടു ആ കല്യാണത്തിൽ നിന്ന്. 30 കൊല്ലം ദാമ്പത്യത്തിൻ്റെ ഒരു സുഖവും അനുഭവിക്കാത്ത ഞങ്ങൾ ആ നിക്കാഹ് ഖുതുബയുടെ വാചകങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്നുവരെ ജീവിച്ചത് അത്രയും ആനന്ദകരമായ ഒരു ജീവിതമാണ്. ഒരു 10 മിനിറ്റ് നിക്കാഹ് ഖുതുബയിൽ നിന്ന് എന്ത് കിട്ടും സുഹൃത്തുക്കളെ? ഫാമിലി കോൺഫറൻസിലെ ഈ മഹാബഹുജനങ്ങളോട് പ്രസംഗിച്ചിട്ട് അവർക്ക് എന്തു നൽകാനാകും എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അനുഭവം സത്യത്തിൽ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പീസ് റേഡിയോ പോലെ കുടുംബകാര്യങ്ങൾ നമ്മളോട് ഇടപെട്ട് സംസാരിക്കുന്ന പല സംസാരങ്ങളും നമ്മുടെ എല്ലാം ജീവിതങ്ങളെ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്കൊന്ന് ആലോചിക്കാം, നമ്മുടെയും കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് സുഹൃത്തുക്കളെ ഒരു പരിഹാരമുണ്ടാക്കാനാകുമോ എന്ന്. ആദ്യമേ ഞാൻ പറയാം, കാരണങ്ങളുണ്ട്. എന്ത് പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. ഇന്ന് കരഞ്ഞ ആ സഹോദരിയുടെ കരച്ചിലിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കരച്ചിലിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താണ് ആ കരച്ചിലിന് പിന്നിലെ കാരണം? അയാൾ ഗൾഫുകാരനാണ്. അയാൾ 3 മാസത്തെ ലീവിന് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. 3 മാസത്തിന് നാട്ടിൽ എത്രയോ കാത്തിരുന്ന് വീട്ടിൽ വന്ന ഭർത്താവ് 3 മാസത്തിന് വീട്ടിൽ വന്നാൽ പിന്നെ എന്തിന് ആ സഹോദരി കരയണം? 5 മക്കളോടും ഭർത്താവിനോടുമൊപ്പം 3 മാസം ആഘോഷിക്കേണ്ട കാലത്ത് അവരെന്തിനാണ് കരയുന്നത്? ആ ചോദ്യമില്ലേ? അതിനൊരു മറുപടിയുണ്ട് സുഹൃത്തുക്കളെ. എന്താ മറുപടി എന്നറിയോ? അദ്ദേഹം ഗൾഫിലാണ് വിവാഹം കഴിഞ്ഞത് മുതൽ. അതിനിടയ്ക്ക് കുട്ടികൾ ഉണ്ടാകുന്നു, അവൾ വളരുന്നു, അവർ വീട്ടിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പം എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചു, എന്താണ് അദ്ദേഹം നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ എല്ലാം പറയാറുള്ളത്? ആ സഹോദരി പറഞ്ഞു, നിനക്കനുസരണമില്ല, നിനക്കനഹങ്കാരമാണ്, നീയും കുട്ടികളും ഒന്നാണ്, ഞാൻ പുറത്താണ്, നിങ്ങൾക്ക് എൻ്റെ കാശ് മതി, നിങ്ങൾക്ക് എന്നെ വേണ്ട, നീ എന്നെ അനുസരിക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എനിക്ക് ഈ വീട്ടിലൊരു വിലയുമില്ല. ഇതാണ് അയാൾ 3 മാസത്തെ ലീവിന് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അയാൾ വെറുതെ പറയുമോ സുഹൃത്തുക്കളെ? ആഗ്രഹിച്ചാശിച്ച് പ്രവാസ ജീവിതത്തിൽ നിന്ന് ഒരു വിശ്രമത്തിന് നാട്ടിൽ വരുമ്പോൾ അയാൾ വെറുതെ പറയുമോ? അയാൾ വെറുതെ പറയുന്നതല്ല. ഇനി ഇവരെന്തെങ്കിലും പരാക്രമം കാണിച്ചിട്ടാണ്? ഒന്നുമല്ല. അയാൾ നാട്ടിലില്ല. അയാൾ നാട്ടിലില്ലാത്തപ്പോൾ ആ സഹോദരി ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നു. എല്ലാ കാര്യങ്ങളും അവർ തമ്മിൽ കൂടിയാലോചിക്കാൻ വാപ്പ കൂട്ടത്തിലില്ല. അതുകൊണ്ട് വാപ്പയോട് ചോദിക്കാതെ, വാപ്പയെ അറിയിക്കാതെ, വാപ്പ ഇടപെടാതെ അവരങ്ങനെ ജീവിച്ചു പോന്നു. അങ്ങനെ എന്തെങ്കിലും ലീവിൽ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം ഓരോന്ന് പറയാൻ തുടങ്ങും, ഓരോ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങും. അത് പലതും ഇവർക്ക് പറ്റില്ല.
അത് സാധ്യമല്ലെന്ന് പലപ്പോഴും ആ സഹോദരി പറയും. അപ്പോൾ കുട്ടികളും കൂടെ പറയും അത് നടക്കില്ല വാപ്പ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും, അയാൾക്ക് രോഷം വരും, അയാൾ പ്രതികരിക്കും. അയാൾ പറയും എൻ്റെ പണം മതി നിങ്ങൾക്കല്ലേ, എൻ്റെ കാശ് മതി നിങ്ങൾക്കല്ലേ. അനുസരണമില്ല, ധിക്കാരികൾ, സഹകരിക്കാത്തവർ, അനുസരണമില്ലാത്തവർ, അതന്നെ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, ഒരു 3 മാസത്തേക്ക് വരുന്നതല്ലേ, 3 മാസത്തേക്ക് വരുമ്പോൾ അയാൾ എന്തു പറയുന്നുവോ അതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്തു നോക്കിയിട്ട് നിസ്സഹായമായി അവസാനിക്കട്ടെ. ഒരു 3 മാസത്തിന് വരുമ്പോൾ ഒന്ന് തൽക്കാലം സഹകരിച്ചു കൊടുക്കാൻ, ഒന്ന് കൂടെ നിന്ന് കൊടുക്കാൻ. അദ്ദേഹം ഇല്ലാത്തപ്പോൾ ജീവിച്ചതുപോലെ അയാൾ വരുമ്പോൾ ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോഴല്ലേ സഹോദരങ്ങളെ മനസ്സിലാവുള്ളൂ. എല്ലാറ്റിനും പിന്നിലും കാരണമുണ്ട്. തനിക്ക് തൻ്റെ മക്കളോടൊപ്പം ഒരു ജീവിതം വേണ്ടെന്ന് അയാൾ വിചാരിച്ചിട്ടില്ല, അയാളത് ആഗ്രഹിച്ചാണ് എയർപോർട്ടിൽ വന്നിറങ്ങിയത്. ഭർത്താവ് വരുമ്പോൾ സ്വീകരിച്ച് സന്തോഷത്തോടെ ഒന്ന് പുറത്തു പോയി ആഹ്ലാദിക്കണമെന്ന് ആ സഹോദരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹവുമായി എങ്ങനെ പെരുമാറും, എങ്ങനെ സഹകരിക്കും, എങ്ങനെ ആ സ്വപ്നം സാക്ഷാത്കരിക്കും എന്നറിയില്ല. ഇത്തരം നിസ്സാരമായ ചില പ്രായോഗിക പ്രശ്നങ്ങളിലാണ് നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകുന്നത്. കുടുംബം തകർന്നു പോയാൽ ഉണ്ടാകുന്ന നഷ്ടം ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം കുടുംബ പ്രശ്നമുള്ളവരുടെ അനുഭവമല്ലേ അത്. ഒന്നാമത്തെ കാര്യം, ഒരു സമാധാനവും ഈ ലോകത്ത് കിട്ടൂല. നിങ്ങൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ നല്ല കച്ചവടക്കാരനാകാം, വൈകുന്നേരം നല്ലൊരു തുക നിങ്ങളുടെ ബാങ്കിൽ കയറുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മക്കളെല്ലാം നല്ല രൂപത്തിൽ വിവാഹം കഴിഞ്ഞു പോയവരാകാം, നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവരാകാം, ഒക്കെ ആവാം. പക്ഷേ സുഹൃത്തുക്കളെ, സമാധാനം കിട്ടണോ? വീട്ടിൽ വന്നാൽ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കണം. അതില്ലാത്തവന് ലോകത്തിൽ ഒരു സന്തോഷവും അനുഭവിക്കാൻ പറ്റൂല. കാരണം പടച്ച തമ്പുരാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഇണകളായിട്ടുള്ള ജീവിതമാണ്. അലം രജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത വജഅൽനൽ ലൈല ലിബാസ. എത്ര മഹത്തായ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച്. അലം നജഅലിൽ അർള മിഹാദ, എത്ര വലിയ അത്ഭുത സുഹൃത്തുക്കളെ. ഭൂമിയെ വിരിപ്പാക്കി തന്നു. എത്ര സന്തോഷത്തോടെ സമൃദ്ധിയോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വിധാനം, ഒരു വിരിപ്പ്. അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. ഈ ഭൂമി ഇളകി ആടാതിരിക്കാൻ ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ ഉറപ്പിച്ചു. എന്നിട്ട് അള്ളാഹ് അതേപോലെ ഒരു അത്ഭുതമായിട്ടാണ് എടുത്തു പറയണത്. എന്താ അറിയോ? വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളാക്കി അവൻ സൃഷ്ടിച്ചു. സുഹൃത്തുക്കളെ, ആണും പെണ്ണും എന്നുള്ള ഈ വ്യത്യസ്തതയുണ്ടല്ലോ, അത് അത്ഭുതകരമായൊരു സൃഷ്ടിപ്പാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തിനും അവൻ്റെ സൃഷ്ടി വൈഭവത്തിനും അത്ഭുതങ്ങൾക്കും ഒരത്ഭുതമായി ചൂണ്ടിക്കാണിച്ചത് ആണ് പെണ്ണ് എന്ന ഈ 2 കാര്യങ്ങളെയാണ്. വമാ ഖലഖ ദക്കറ വൽ ഉൻത, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച മഹൽ ശക്തി തന്നെയാണ് സൃഷ്ടി. അതൊരു അത്ഭുതകരമാണ് സുഹൃത്തുക്കളെ. എന്തുകൊണ്ടാണ് അത്ഭുതകരമാകുന്നത്? ഈ ലോകത്ത് പല സ്നേഹബന്ധങ്ങളുമുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഇഷ്ടമുണ്ട്, അയൽവാസിയോട് ഇഷ്ടമുണ്ട്, മാതാപിതാക്കളോട് ഇഷ്ടമുണ്ട്, ഒക്കെ ഇഷ്ടമുണ്ട്. എന്നാൽ ഏറ്റവും അധികം തുല്യതയില്ലാത്തൊരു സ്നേഹം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമാണ്. അതൊരു വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹം നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് അനുഭവിക്കുന്ന ദുഃഖവും വേദനയും ചെറുതല്ല. ഭാര്യയൊന്ന് പിണങ്ങിക്കടന്നാൽ, ഭർത്താവൊന്ന് തെറ്റിപ്പോയാൽ അത് സഹിക്കാനാവാത്തതാണ്. കാരണം അത്ര വലിയൊരു സ്നേഹമാണ്. ആ സ്നേഹത്തെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വാക്കുകളില്ല. ഇന്നും കഴിഞ്ഞ 1 വർഷം മുമ്പ് ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിൽ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിൻ്റെ ഉമ്മ ഇന്ന് വിളിച്ചു. എന്താണ് അവർ പറയണത് കാര്യങ്ങൾ? അവരെ മോൾക്ക് അന്ന് പ്രേമത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടൊരു കൗൺസിലിംഗ് കൊടുത്തതാണ്. പക്ഷേ അവൾ എന്ത് ചെയ്തു? ഞാൻ ഉപ്പയെ അനുസരിക്കും, ഉമ്മനനുസരിക്കും, നിങ്ങളെ സമ്മതമല്ലാതെ ഞാൻ അവൻ്റെ കൂടെ പോവില്ല, നിങ്ങളെനിക്ക് വിവാഹം കഴിച്ച് തരണം, എനിക്ക് ഒഴിവാക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അവളത് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തേപ്പത്? ഒരു അവിഹിത ബന്ധം, ഒരാണും പെണ്ണും തമ്മിലൊരു ബന്ധമുണ്ടായാൽ അത് വിഹിതമാകട്ടെ അവിഹിതമാകട്ടെ ആ സ്നേഹത്തിന് അഗാധമായ തലങ്ങളുണ്ട്. അതാർക്കും മനസ്സിലാവില്ല, വേറെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികളോട് പറയണത്, എവിടെയെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ആൺകുട്ടികളോട് ഉണ്ടാക്കരുത്. ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ഒരു സൗഹൃദം മാത്രമായിരിക്കും. പക്ഷെ മനസ്സുകളെങ്ങാനും അടുത്തു കഴിഞ്ഞാൽ പിന്നെ പിരിയാൻ പറ്റില്ല. അത് പിരിയാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത്? അവർ മാനസിക രോഗിയാവണത്. ഇന്നും എനിക്ക് 33 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അറിയാൻ പറ്റും. അവൻ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിനെ കിട്ടാതെ പോയതുകൊണ്ട് വിവാഹമല്ല, ജീവിതമല്ല, അവനൊരു ഭ്രാന്തനായി ജീവിക്കുകയാണ്. ആത്മഹത്യ ചെയ്ത എത്രയോ ആയിരങ്ങളുണ്ട് ആ പ്രേമബന്ധം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ. പ്രേമിച്ചവരെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ വിധവകളായി വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സുഹൃത്തുക്കൾ, അതൊരു അത്ഭുതകരമായ സ്നേഹബന്ധമാണ്.
ആ സ്നേഹബന്ധം ഇന്ന് നിങ്ങളോടൊപ്പം ഉറങ്ങുന്ന ഭാര്യയെയും നിങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അനുഭവത്തിലുണ്ടോ അത് അനുഭവത്തിൽ വരുന്നതോടുകൂടെ അതിൽ ജീവിതത്തിനൊരു പ്രത്യേകമായിട്ടുള്ള വ്യത്യാസമുണ്ടാകും, അനുഭൂതി ഉണ്ടാകും. അതുകൊണ്ട് വിവാഹത്തിന് ലക്ഷ്യം പറയുമ്പോൾ എന്തൊക്കെ പറയാം സുഹൃത്തുക്കളെ? മക്കളുണ്ടാകാനല്ലേ വിവാഹം? എന്തൊക്കെ പരസ്പര സഹകരണങ്ങളുണ്ട്? എന്താ അല്ലാഹ് എന്തേ പറഞ്ഞു? വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹ. നിങ്ങളിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കി തന്നു. എന്തിനാ? ലിതസ്കുനൂ ഇലൈഹ, അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ. നമ്മുടെ സമാധാനം കുടികൊള്ളുന്നത് അവളുമായുള്ള ജീവിതത്തിലും ബന്ധത്തിലുമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അവരിൽ നിന്നുണ്ടാകുന്ന മക്കളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ നഷ്ടം സമാധാന ജീവിതമാണ്. ഒരു നല്ല ദാമ്പത്യം നമുക്ക് സാധ്യമായില്ലെങ്കിൽ, നമ്മൾ വെറുതെ ഒരു പേരിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചാൽ നമുക്ക് ഈ ജീവിതത്തിൽ ആസ്വദിക്കാവുന്ന ഏറ്റവും വലിയ ആസ്വാദനവും സന്തോഷവും സമാധാനവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മാത്രമല്ല, ബന്ധങ്ങൾ ശിഥിലമായി പോകുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകാതെയായി പോകുമ്പോൾ സുഹൃത്തുക്കളെ, എത്ര കുട്ടികളാണ് അനാഥരായത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വിവാഹമോചനം നടക്കുന്നതോടുകൂടെ വാപ്പയുണ്ടായിട്ടും അനാഥരാകുന്ന എത്ര കുട്ടികളുണ്ട്? വാപ്പയുണ്ടായിട്ടും അനാഥരാകുന്ന എത്ര മക്കളുണ്ട്? ഉമ്മനെ കാണാൻ വാപ്പ സമ്മതിക്കാതെ വാപ്പയുടെ വീട്ടിൽ കഴിയുന്നവർ, വാപ്പയെ കാണാൻ ഉമ്മ അനുവദിക്കാതെ ഉമ്മയുടെ വീട്ടിൽ കഴിയുന്നവർ. ഇത് ഒരു വിവാഹബന്ധം, ഒരു കുടുംബ ബന്ധം തകരുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളാണ്. മാനസിക നിലകൾ നഷ്ടപ്പെട്ട എത്രയോ കുട്ടികളുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും വന്ന് ടെൻഷൻ അടിച്ച് ശ്രദ്ധിക്കാതിരിക്കുന്ന കുട്ടികളെ വിളിച്ചാൽ, വളരെ സ്നേഹത്തോടെ ചോദിച്ചാൽ വീട്ടിൽ ശിഥിലമായ കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് പറയാറുള്ളത്. എനിക്കറിയാം, ഡിഗ്രിക്ക് പഠിക്കുന്നൊരു പെൺകുട്ടി, ക്ലാസ്സിൽ നിന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകന്മാരാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു പ്രത്യേകമായ ഒരു ആക്ഷനും സ്വഭാവങ്ങളുമൊക്കെയാണ് ക്ലാസ്സിൽ നിന്ന് അവൾ കാണിക്കുന്നത്. ഒരു അപസ്മാര രോഗിയെ പോലെ പെരുമാറുന്നു. അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ എന്താണ്? വാപ്പയും ഉമ്മയും, അവൾ ജനിച്ചത് മുതൽ അവൾ കാണുന്നത് വാപ്പയും ഉമ്മയും തമ്മിലുള്ള ശണ്ഠയാണ്, ശകാരമാണ്, യുദ്ധമാണ്. അത് കണ്ട് മനസ്സു തളർന്നിരിക്കുകയാണ്. ഞാൻ അവളോട് പറഞ്ഞു, കുറച്ച് കാലം കൂടി കണ്ടാൽ മതി, നിനക്ക് വയസ്സ് 19 വയസ്സായില്ലേ, നല്ലൊരു വിവാഹം വന്നാൽ നിന്നെ ഒരാൾ ഏറ്റെടുത്ത് കൊണ്ടുപോകും. ഒരുപക്ഷെ അവനും നീയും വിചാരിച്ചാൽ ഇവരുടെ ബന്ധങ്ങളെപ്പോലും നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഇത്ര കാലം ജീവിച്ചില്ലേ, ഇത്ര കാലം കണ്ടില്ലേ, ഇനി ഏതാനും മാസങ്ങളൂടെ കണ്ടാൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. അവൾ സമാധാനത്തോടൊരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടെ അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചു. നമ്മുടെ മക്കളുടെ വേദനകൾ ആലോചിക്കണം. നമ്മൾ അടിച്ചു തീരുമ്പോൾ തകർന്നു പോകുന്ന മക്കൾ, അവർക്ക് പഠനത്തിൽ ഭാവിയില്ല, അവർക്ക് മാനസിക സന്തോഷമില്ല, അവരിൽ ദുശ്ശീലങ്ങളും വാശികളും സ്വഭാവ ദൂഷ്യങ്ങളും ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് സമാധാനപൂർണമായൊരു കുടുംബാന്തരീക്ഷം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ സുഹൃത്തുക്കളെ, നല്ല ഒരു അവസ്ഥയിൽ നമ്മുടെ കുടുംബത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ്. ഏത് ബന്ധങ്ങളും ഏത് പ്രശ്നങ്ങളും ശരിയാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപൂർവമായ ചിലതിലെല്ലാം വേറിട്ട് ജീവിക്കാൻ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ തീരുമാനമെടുക്കേണ്ടി വരും. ഈ പരസ്പരം ഇഷ്ടമുണ്ടോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കാം. ഭാര്യയും ഭർത്താവും തമ്മിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് മനസ്സിലൊരു ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകും. ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് 3 തലാക്കും ചെയ്തു എന്നാണ് പറഞ്ഞത്. 3 തലാക്കും. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അപ്പോൾ പൊതുവെ നാട്ടിലൊരു ധാരണ ഉണ്ട്, 3 തലാക്കും ചെയ്തു എന്ന് പറഞ്ഞാൽ മുജാഹിദീങ്ങളോട് പോയി ചോദിച്ചാൽ 3 തലാക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഒന്നേ ആവുള്ളൂ എന്ന് ഫത്വ കൊടുക്കും. അപ്പോൾ വീണ്ടും അവളെ കൂട്ടിക്കൊണ്ടുവരാന്നാണ്. അപ്പോൾ അതിനാ അദ്ദേഹം എന്നോട് വിളിക്കുന്നത്. 3 തൊലാക്കും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു തൊലാക്കല്ലേ ആവുള്ളൂ എന്ന് നമ്മൾ ഫത്വ കൊടുത്താൽ അവൻ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, 3 തൊലാക്കും ചെയ്തു എന്ന് നിങ്ങൾ അവളോട് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ലേ? അത് അവൾ അത്രയും കുരുത്തം കെട്ടവളായിട്ടല്ലേ നിങ്ങൾ അതോട് പറയേണ്ടി വന്നത്? ഇനിയിപ്പോൾ അവളെ നിങ്ങൾക്ക് വീണ്ടും വേണോ എന്ന് ഞാനൊരു തമാശ രൂപേണ അയാളോട് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തരൂ, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇടപെടും, എന്നിട്ട് ഒരു പറയും ഇത് പറ്റില്ല, ഇനി ശരിയാവില്ല എന്നൊക്കെ പറയും. പക്ഷെ നീ ആലോചിക്കേണ്ടത്, നിനക്ക് അവളെ ഇഷ്ടമുണ്ടോ? പിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവൾക്ക് നിന്നെ ഇഷ്ടമുണ്ടോ? പിരിയാൻ കുറച്ച് പ്രയാസമാണ്. അത് പിരിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴേ അറിയൂ. അതുകൊണ്ട് ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ വന്ന് വേഗത്തിൽ ഉപദേശിക്കും, ഇതിവിടെ നിർത്താം, ഇതിവിടെ അവസാനിപ്പിക്കാം, ഇത് മുന്നോട്ട് പോകില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. എത്രയോ തൊലാക്കുകൾ ഉണ്ടായത് ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞതല്ല സുഹൃത്തുക്കളെ, ബന്ധുക്കൾ ഇടപെട്ട് പിരിച്ചതാണ്. അത് പിരിഞ്ഞു ജീവിക്കുന്നവർക്ക് അറിയാനാകും. അവർക്ക് പിരിക്കാൻ കഴിയും. എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ സ്നേഹം എത്രയെന്ന്
ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾക്കറിയില്ല, മധ്യസ്ഥന്മാർക്കറിയില്ല, അയൽവാസികൾക്കറിയില്ല, അതെനിക്ക് മാത്രമേ അറിയൂ. നീയും അവളും വേർപെട്ടോളൂ എന്ന് പറയുന്നവർക്കൊന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ല. അതെനിക്കും അവൾക്കും മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് എത്രയോ കുട്ടികളെ, എത്രയോ ബന്ധങ്ങളെ നമ്മൾ വേർപ്പെടുത്തിയിട്ടുണ്ട്. നാം ആലോചിക്കണം, പരസ്പരം ഇഷ്ടമുണ്ടോ, എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ബന്ധങ്ങൾ വേർപ്പെടുന്നതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. ഒരു കാരണം അവരുടേത് രണ്ടുപേരുടേതും അല്ലാത്ത കാരണമാണ്. അവർക്കൊരു പ്രശ്നമില്ല, അതങ്ങനെ തന്നെ പറയും, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. പിന്നെന്താ സുഹൃത്തുക്കളെ പ്രശ്നം? വീട്ടിൽ അവളെ താമസിപ്പിക്കുവാൻ പറ്റുന്നില്ല. എന്താ? ഉമ്മയുടെ പ്രശ്നം. ചില ആൾക്കാർക്ക് അതാണ് ഉമ്മൻ്റെ പ്രശ്നം. ഇവിടെ ഉണ്ടാകുമല്ലോ സുഹൃത്തുക്കളെ, മരുമക്കളും അമ്മായിമ്മമാരും ഒക്കെ ഒന്നിച്ച് വന്ന സദസ്സാണിത്. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും നിങ്ങളെക്കുറിച്ചൊരു വേദന നിങ്ങളുടെ മരുമകൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം അവൾ നിങ്ങളുടെ വീട്ടിൽ വന്നവളാണ്, നിങ്ങളുടെ വീട്ടിൽ വന്നവളാണ്. അവിടെ മാന്യമായ ഒരു താമസ സ്ഥലം ഒരുക്കി കൊടുക്കാൻ നിങ്ങളുടെ മകന് ബാധ്യതയുണ്ട്. നിങ്ങളുടെ മകന് ബാധ്യതയുണ്ട്. അവൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് അവൾക്ക് ഭക്ഷണം നൽകണം, അവൻ കഴിക്കുന്നുവെങ്കിൽ, അവൾക്ക് വസ്ത്രം നൽകണം, അവൻ ഉടുക്കുന്നുവെങ്കിൽ, അവൻ കിടക്കുന്നത് പോലെ സമാധാനപൂർണമായ ഒരു ഉറക്കത്തിന് അവൾക്ക് പറ്റണം. അങ്ങനെ ഒരു സ്ഥലമായി താമസിക്കാൻ, സമാധാനപൂർണമായൊരു താമസം കൊടുക്കാൻ നിങ്ങളുടെ മകന്, അവൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ പറ്റില്ലെങ്കിൽ സുഹൃത്തുക്കളെ, അവളെ താമസിപ്പിക്കാൻ, കണ്ണീരില്ലാതെ ഉറങ്ങാൻ, വേദനയില്ലാതെ താമസിക്കാൻ ഒരിടം കാണാൻ അവന് ബാധ്യതയുണ്ട്. തീർച്ചയായും ബാധ്യതയുണ്ട്. നിങ്ങളുടെ മകൻ ഭാര്യയോട് നിങ്ങളുടെ മകൻ്റെ ഭാര്യ മകനോട് പറയുന്നു, എനിക്കിവിടെ പറ്റില്ല, ഞാനിവിടെ നിന്നാൽ ഒരു മാനസിക രോഗിയായി പോകും, ഞാൻ മരിച്ചു പോകും, ഞാൻ ആത്മഹത്യ ചെയ്തു പോകും, അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ എന്നെ വീട്ടിലാക്കൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കൂ, എനിക്കിവിടെ ജീവിക്കാൻ സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വസ്ഥതയുള്ള ഒരിടത്ത് താമസിപ്പിക്കുക എന്നത് അയാളുടെ ബാധ്യതയാണ്. അത് അയാൾ നിർവഹിച്ചിരിക്കണം. നാം ആലോചിക്കണം, ഗൗരവത്തോടെ ആലോചിക്കണം. സഹോദരിമാരെ, സഹോദരങ്ങളെ, എന്തു ചെയ്യും ഒരു മരുമകൾ? ഭർത്തൃ വീട്ടിൽ പ്രയാസപ്പെടുന്ന ഒരു മരുമകൾ എന്ത് ചെയ്യും? ആരോട് പറയും? അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയോ? അവരിത് അറിയുന്നതോടുകൂടെ ഒരു മോളെ ഇത്രയും സന്തോഷത്തോടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് എൻ്റെ കുട്ടിക്ക് അവിടെ ഒരു സമാധാനവും ഇല്ലല്ലോ എന്നറിയുമ്പോൾ അവളുടെ ഉമ്മയുടെയും വാപ്പയുടെയും വേദന എത്രയാകും. അതുകൊണ്ട് അവൾ അഭിനയിക്കും, വീട്ടിൽ പോകുമ്പോൾ വളരെ സന്തോഷമാണെന്ന് അഭിനയിക്കും. ഭർത്തൃ വീട്ടിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ കളവായി വാപ്പയോടും ഉമ്മയോടും പറയും. എന്തിന്? വയസ്സായ വാപ്പയും ഉമ്മയും ടെൻഷനാകാതിരിക്കാൻ. പിന്നെ അവൾ ആരോട് പറയും? അവളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നവരോട് പറയാനാകുമോ സുഹൃത്തുക്കളെ? പിന്നെ പറയാനുള്ളത് ഭർത്താവിനോടാണ്. ഭർത്താവിനോട് പറയുമ്പോൾ അയാൾ നിസ്സഹായനായി പറയും, ഉമ്മയല്ലേ, ഞാൻ എന്തു ചെയ്യുമെന്ന് പറയും. ഉമ്മയോടൊന്നും പറയാൻ കഴിയാതെ ഭാര്യയുടെ വേദനകൾ കണ്ട് നിസ്സഹായനായി നിന്ന് മാനസിക രോഗികളായി പോകുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് നാട്ടിലെന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയുമോ? ഞാൻ വെറുതെ പറയുന്നതല്ല. രണ്ട് മക്കളെ ആ സ്ത്രീക്കുള്ളൂ. 2 മരുമക്കളും ഉണ്ട് വീട്ടിൽ. ആ 2 മരുമക്കളും സൈക്കാട്രിക് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിൻ്റെ അന്ന് മുതൽ ഇന്നേ വരെ 12 കൊല്ലമായി ആ 2 മരുമക്കൾ മരുന്ന് കഴിച്ച് ജീവിക്കാൻ. എന്തുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകാത്തത്? ഭർത്താവ് പറയുന്നു, നീ ഉമ്മനെ നോക്കി ഇവിടെ നിൽക്കണം, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉമ്മനെ നോക്കാൻ ആരും ഉണ്ടാവില്ല, എനിക്ക് പരിധികളില്ലേ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി എല്ലാം സഹിച്ച് ആ ഉമ്മക്കെല്ലാം ചെയ്തു കൊടുക്കാൻ. ഉമ്മക്കൊരു മെനു ഉണ്ട് അത്രേ. രാവിലെ എഴുന്നേറ്റാൽ ചായക്കെന്ത് വേണം, നാസ്തക്കെന്ത് വേണം, ആ മെനുവെല്ലാം കൃത്യമായി ആ 2 മരുമക്കൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു നല്ല വാക്ക് പറയാൻ, സ്നേഹത്തോടെ ഒന്ന് പെരുമാറാൻ ഒരവസരം പോലും ഈ ജീവിതത്തിൽ ഇത്ര നീണ്ട നാളായിട്ടുണ്ടായിട്ടില്ല. നാം ആലോചിക്കണം സഹോദരങ്ങളെ, എല്ലാവരും അങ്ങനെയാണെന്നല്ല. തിരിച്ചുമുണ്ട് എത്രയോ സംഭവങ്ങൾ. സ്വന്തം വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത മരുമക്കളുണ്ട്. തൻ്റെ ഭർത്തൃമാതാവിൻ്റെ കൂടെ സ്നേഹത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്നു. എന്തിനേറെ ഭർത്താവ് ത്വലാക്ക് ചെയ്യുമെന്ന് പറയുമ്പോഴും നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതിൽ എനിക്കൊരു ബേജാറുമില്ല, പക്ഷേ ഈ ഉപ്പനെയും ഉമ്മയും ഇട്ട് പോകാൻ കഴിയാത്ത ഒരു വേദനയുള്ളൂ എന്ന് പറയുന്ന എത്ര മരുമക്കളുണ്ട്. ആ മാതാപിതാക്കളെ മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ നെഞ്ചത്ത് കൈവച്ച് പറയൂ സഹോദരിമാരെ, നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുമകൾ നിങ്ങളുടെ മകളെപ്പോലെ സമാധാനത്തോടെ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയുന്ന എത്ര ഉമ്മമാരുണ്ട്. അല്ലെങ്കിൽ എഴുതി വെച്ചോളൂ, ഇതിനൊക്കെ മറുപടി നാളെ പറയേണ്ടി വരും. ഒരു വാക്ക് കൊണ്ട് ദ്രോഹിച്ചാൽ, സാധാരണഗതിയിൽ എല്ലാം തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഒക്കെ തീരും സഹോദരങ്ങളെ.
പക്ഷേ മറ്റൊരുത്തനെ വേദനിപ്പിച്ചാൽ കണ്ണു ചിമ്മും മുമ്പ് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ അത് മാഞ്ഞു കിട്ടില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? 10 കൊല്ലവും 15 കൊല്ലവും മരുമകളെ കരയിപ്പിച്ച് മരിച്ചു പോയാൽ അതൊക്കെ പുറത്തു കിട്ടാൻ അവളോടൊരു മാപ്പ് പറയാൻ സമയം കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ പ്രയാസത്തിലാകും. തിരിച്ചുമുണ്ട് സുഹൃത്തുക്കളെ, പുതിയ കുട്ടികൾ വളർന്നു വരികയാണ്. അവർക്ക് ആരോടും പ്രതിബദ്ധതയില്ലാത്ത പുതിയ മരുമക്കളുടെ പുതിയൊരു കാലം വരികയാണ്. പെൺകുട്ടികളെ കല്യാണം വേണ്ടെന്നാ പറയണത്. എന്തുകൊണ്ടാണ് അവർ കല്യാണം വേണ്ട എന്ന് പറയാനുള്ള കാരണം? വിവാഹം എന്നതൊരു ഭാരമാണ്. ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭാരമാണ്. ഭർത്തൃ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ ഭാരമാണ്. ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ ഭാരമാണ്. പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഭാരമാണ്. അതുകൊണ്ടൊന്നും വേണ്ട, ഞാൻ പഠിക്കുക, എനിക്കൊരു ജോലി കിട്ടുക, ഞാൻ സമാധാനമായിട്ട് ജീവിക്കാം. അതാണ് ഇന്ന് പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ മാനസികാവസ്ഥയുള്ള ഒരു പെൺകുട്ടി ഒരു മരുമകളായി വന്നാൽ ആ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് തന്നെ നോക്കൂ നിങ്ങൾ, നമ്മുടെ വീടുകളിൽ ഉമ്മ അപ്പുറത്ത് പനി പിടിച്ച് ചുമ പിടിച്ച് ആസ്തമ പിടിച്ച് അപ്പുറത്ത് കടന്ന് ഞെരങ്ങിയാലും എന്താ ഉമ്പക്ക് എന്നൊന്ന് ചോദിക്കാതെ അപ്പുറത്ത് മൊബൈലുമായി ഇരിക്കുന്ന 19-കാരനും നമ്മുടെ വീട്ടിൽ നിത്യ കാഴ്ചകളാണ്. ഇങ്ങനെ ഉമ്മയുടെ വേദന പോലും കാണുമ്പോൾ മനസ്സലിയാത്ത പെൺകുട്ടികൾക്ക് ഭർത്തൃവീട്ടിലെ ഭർത്തൃമാതാവിൻ്റെ വേദനകൾ കാണാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ സ്വന്തം ഭർത്തൃമാതാക്കളോട് മാന്യമായി പെരുമാറാത്ത, മാന്യമായി വാക്ക് പറയാത്ത, നല്ല വാക്ക് പറയാത്ത മരുമക്കളെ വിസ്മരിച്ചു കൊണ്ടല്ല ഞാൻ പറയുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ വീടാണ്. അവിടെ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ അത് ഇന്ന് പറയാമല്ലോ, ഇന്ന് തിരിച്ചു പോകുമ്പോൾ പറയാമല്ലോ. ഇന്നത്തെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, ഇന്നത്തെ ഓരോ പ്രഭാഷണങ്ങളും ശ്രദ്ധിച്ചു കേട്ടു. നമ്മളടുത്തൊക്കെ ചില പിഴവുകളുണ്ട്. ഞാൻ എന്നോട് പെരുമാറിയപ്പോഴൊക്കെ ചില തകരാറ് വന്നു പോയിട്ടുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ നീ ക്ഷമിക്ക്, അതൊക്കെ നീ സഹിക്ക്. മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കതുകൊണ്ടൊരു കുറ്റം കിട്ടരുത്. എവിടെയാണ് എനിക്ക് അപാകത വരുന്നതെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ നമുക്കൊരു സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പോകാമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഞങ്ങളുടെ മലപ്പുറം പ്രദേശങ്ങളിലൊക്കെ ഇവിടുത്തെ എനിക്കൊരു സമ്പ്രദായം, മരുമക്കത്തായ സമ്പ്രദായം ഇല്ലാത്തിടത്തൊക്കെ സഹോദരങ്ങളെ അവസാനം കൂട്ടിരിക്കാൻ ആരാണുള്ളത്? അവസാനം കൂട്ടിരിക്കാൻ ആരാണുള്ളത്? നിങ്ങൾക്കറിയുമോ സുഹൃത്തുക്കളെ? പ്രവാസികളായിട്ടുള്ള എത്രയോ സുഹൃത്തുക്കൾ തങ്ങളുടെ യൗവനവും യുവത്വവും എല്ലാം തൻ്റെ ഉമ്മയെ നോക്കാൻ ഭാര്യയെ വീട്ടിലാക്കി വിഭാര്യനായി ഗൾഫിൽ ജീവിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവിടെ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉറങ്ങാനുള്ള അവസരങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഉമ്മയെ നോക്കാൻ വീട്ടിൽ കഴിയുന്ന മരുമക്കളില്ലേ സുഹൃത്തുക്കളെ? എന്നാൽ മക്കളെ വിളിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ മോശമായി പറയല്ല, മക്കളെ നോക്കാൻ ഭർത്താവിന് കട്ടിച്ചയച്ച മകളോട് പറയൂ, ഭർത്താവിനെ തൽക്കാലം ഒരു 10 ദിവസം അവിടെ നിർത്തി എൻ്റെ അസുഖം മാറുന്നത് വരെ നീ വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എത്ര പെൺമക്കൾ തയ്യാറാകും? തയ്യാറാകില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത്തരം സംഭവങ്ങൾ കുറവാണ്. അവസാനം വരുന്ന മരുമകളുടെ അടുക്കൽ വർഷങ്ങളോളം ജീവിച്ച് ജീവിതം അവസാനിപ്പിച്ചു പോയ എത്രയെത്ര മാതാപിതാക്കളുണ്ട്. ആലോചിക്കണം. നിങ്ങളെ നോക്കാൻ വേണ്ടി ഗൾഫിലുള്ള ഭർത്താവിൻ്റെ ചാരത്തുറങ്ങാതെ, നിങ്ങളുടെ വീട്ടിൽ ഒരു സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാതെ, ദാമ്പത്യം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കാവലിരിക്കുന്ന മരുമകളോട് മാന്യമായി പെരുമാറണ്ടേ എന്ന് മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ. അവളെ ഉണ്ടാകൂ മരണസമയത്ത് ചുണ്ട് നനക്കാൻ, അവളെ ഉണ്ടാകൂ ബാത്റൂമിലേക്ക് കൈ പിടിക്കാൻ, അവളെ ഉണ്ടാകൂ ഒരു ചുടുവെള്ളം ചോദിക്കുമ്പോൾ അത് നമുക്ക് കൊണ്ടുവന്നു തരാൻ. ആ മരുമകളോട് മാന്യമായി പെരുമാറുവാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ തിരിച്ചുള്ള പെരുമാറ്റങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. സത്യത്തിൽ ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ആശങ്ക മക്കളാണ്. കുടുംബ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഏറ്റവും വലിയൊരു പ്രശ്നം മക്കൾ തന്നെയാണ്. മക്കളെ ഇന്നത്തെ പുതിയ തലമുറയിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സാഹചര്യമാണ് സുഹൃത്തുക്കളെ. നമ്മൾ അല്പം ശ്രദ്ധയോടുകൂടെ തന്നെ മക്കളെ കാര്യം നോക്കണം. ഞാൻ പലപ്പോഴും സംസാരങ്ങളിൽ പറയാറുണ്ട്, 9 മാസമുണ്ട് ഗർഭകാലഘട്ടം. എന്താ 9 മാസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ പ്രസവിച്ചിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിനിടക്കാണ് കുട്ടിക്ക് നമ്മളൊരു പേര് കണ്ടെത്തുന്നത്. പ്രസവിച്ചവരാണോ പെണ്ണല്ലേ ആവുള്ളൂ. 2 പേര് കണ്ടെത്താൻ 9 മാസമുണ്ട്. കാരണം ഒരു കുട്ടി വരുന്നുണ്ട് നമുക്കറിയാം. എന്നിട്ട് നഴ്സ് വന്ന് ചോദിക്കുമ്പോൾ അർജൻറ്റായിട്ട് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു പേര് വിളിച്ച് പോരലാണ്. നമ്മൾ ആരെങ്കിലും ആലോചിച്ചു ഗർഭിണിയായി പ്രസവിക്കാൻ പോകുന്നത്? അപ്പോൾ കുട്ടിയെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. കുട്ടികൾ അങ്ങനെ ജീവിച്ചു പോകുന്നു. സമയമാകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്നു, സമയമാകുമ്പോൾ വിവാഹം കഴിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോവുക പോരെ സുഹൃത്തുക്കളെ. കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയും നല്ല ജാഗ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. ഏറ്റവും ഒന്നറിയൂ, യുദ്ധം കൊണ്ട് കാര്യമില്ല. കുട്ടികളോട് യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കുട്ടികളുമായി സ്നേഹ സൗഹാർദ്ദത്തോടുകൂടെ നല്ലൊരു ബന്ധത്തിൽ പോവാൻ നമുക്ക് കഴിയണം.
അതാണ് ഏറ്റവും പ്രധാനം. ഞാനും എൻ്റെ സുഹൃത്തും ഇന്ന് ഒന്നിച്ചു പോരുമ്പോൾ അദ്ദേഹം എന്നോടൊരു സംഭവം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ച് വെച്ചു, സത്യത്തിൽ ഈ ഒരു സംഭവം മാത്രം മതി മാതാപിതാക്കൾക്കും മക്കളോട് പറയാൻ. അതായത് ഇന്ന് പ്രശസ്തനായി ഹറമിലുള്ള ഒരു മഹാനായ ഒരു ഇമാം, അദ്ദേഹം ഹാഫിളായി ഇന്ന് ലോകത്തറിയപ്പെടുന്നൊരു ഇമാമാണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇമാമായി വന്നതിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ അതിഥികൾക്ക് വേണ്ടി ഒരു സൽക്കാരം നടന്നു. അങ്ങനെ സൽക്കാരത്തിന് വേണ്ടി എല്ലാ വിഭവങ്ങളും ഒരുക്കി നിറച്ചു വെച്ചിരിക്കുകയാണ്. ആ നിറച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഈ ചെറിയ കുട്ടി എന്ത് ചെയ്തു അറിയോ? അവന് കുറച്ച് മണൽ വാരി എറിഞ്ഞു. ആ മണൽ വാരി എറിഞ്ഞത് അതിഥികൾക്ക് വേണ്ടി നിവർത്തി വെച്ച മുഴുവൻ ഭക്ഷണങ്ങളിലും പതിച്ചു. അതാർക്കും കൊടുക്കാനാവില്ല. അതൊക്കെ തയ്യാറാക്കി മുന്നിൽ കൊണ്ടുവന്നിച്ച് അതിഥികളെ അത്യധികമായി ആദരിക്കുന്ന അറബ് നാട്ടിൽ ആ ഉമ്മയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഉമ്മ വന്ന് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ നല്ല മോനാകും മോനെ, നീ ഹറമിലെ ഇമാമാകും മോനെ എന്ന് പറഞ്ഞു. അതാണ് ഇന്ന് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു നല്ല മധുര മനോഹരമായ ഒരു ഖിറാഅത്തിൻ്റെ പിന്നിലെ ഉടമ. ഏതെങ്കിലും ഉമ്മമാർക്ക് പറ്റുമോ? ഏതെങ്കിലും ഉപ്പമാർക്ക് പറ്റുമോ? ഞാൻ ഗൗരവത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികളെ തലോടി കൂട്ടിപ്പിടിച്ച് എന്തെങ്കിലും ദുഷിച്ചത് ചെയ്യുമ്പോൾ അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നവർ എത്ര പേരുണ്ട്? ആ ഒരു സന്ദർഭത്തിൽ സഹിച്ച് ആ ഭക്ഷണം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും അതിഥികൾക്ക് മുന്നിൽ അപമാനിതയായിട്ടും മോനെ കെട്ടിപ്പിടിച്ച് നീ ഹറമിലെ ഇമാമാകുമെന്ന് പ്രാർത്ഥിക്കാനുള്ള ആ മനസ്സോടുകൂടെ മക്കളെ വളർത്തിയാൽ അവർ നന്നാകും. സുഹൃത്തുക്കളെ, ഉമ്മമാരോടുള്ള ദേഷ്യം കൊണ്ട്, വാപ്പമാരോടുള്ള ദേഷ്യം കൊണ്ട് അതിൻ്റെ പ്രതികാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. സ്നേഹത്തോടെ പെരുമാറണം. ഒരുപക്ഷെ ഇന്നത്തെ മക്കളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിക്കും. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പറ്റും സുഹൃത്തുക്കളെ. അത് ഗുണകാംക്ഷയോടെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാകൂ. യാ ബുനയ്യ എന്നല്ലേ ലുക്മാൻ വിളിച്ചത് മകനെ, എൻ്റെ കുഞ്ഞു മകനെ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ പറ്റണം. ആ വിളിച്ച് സ്നേഹത്തോടെ തലോടി പറഞ്ഞു കൊടുത്താൽ എല്ലാം അവർക്ക് മനസ്സിലാകും. എത്രയെത്ര നല്ല അവസരങ്ങളുടെ സുഹൃത്തുക്കളെ. നിങ്ങൾ ഇപ്പോൾ +2-നും ഡിഗ്രിക്കും എത്തിയിട്ട് ഉപദേശിക്കാൻ തീരുമാനിച്ചാൽ ഒരു ഉപദേശവും തലയിലേക്ക് കയറില്ല. നിങ്ങളുടെ വീട്ടിൽ 3 വയസ്സായ കുട്ടിയുണ്ടോ, 4 വയസ്സായ കുട്ടിയുണ്ടോ? ഒരു ചെറിയ പരീക്ഷണം നടത്തൂ. നാളെ ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് പോയിട്ട് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം, അതൊന്ന് പറഞ്ഞു നോക്കും നിങ്ങൾ. ആ കുട്ടി കണ്ണും കാതുമെടുത്ത് ആകാംക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കും. നിങ്ങൾ പറഞ്ഞു തീരുന്നതുവരെ അവൻ ഓരോ അക്ഷരവും വിടാതെ ഒരു ക്യാമറ കണ്ണുപോലെ അത് പകർത്തും. എത്ര അവസരം കിട്ടി കഥ പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ ആരെങ്കിലും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തു? ഹലീമത്തു സാദിയയുടെ കഥ, ഏത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുല കൊടുത്ത ആ വനിതയുടെ കഥ, അവരോടൊപ്പം ഉണ്ടായ മഹാത്ഭുതങ്ങൾ, ആ പിഞ്ചുബാലന് മുല കൊടുക്കുമ്പോഴുണ്ടായ അത്ഭുതങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തു നോക്കൂ. നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാചകന്റെ ഹിജ്റ, മരണത്തെ മുഖാമുഖം കണ്ടു പോകുന്ന യാത്രയിൽ പ്രവാചകന് കിട്ടിയ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ. വേണ്ട, കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും അധികാരത്തിൻ്റെ കസേരയിലേക്ക് എത്തിയ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കഥ, ആ കഥ മതി പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ. ഒരു പക്ഷേ നിങ്ങളില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ പോലും അവൻ യൂസുഫ് നബി അലൈഹി സ്വലാം കിടന്ന കിണറാലോചിക്കും. ഇനിയും എനിക്ക് രക്ഷപ്പെടാനും തിരിച്ചു വരാനും പ്രതീക്ഷയുണ്ടെന്ന് അവൻ്റെ മനസ്സ് പറയും. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എപ്പോഴാ പ്രാർത്ഥിച്ച സുഹൃത്തുക്കളെ? താൻ രക്ഷപ്പെട്ടു വന്ന മുഴുവൻ കാര്യങ്ങളെയും ഓർത്തിട്ട് അള്ളാഹനെ വിളിക്കാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, റബ്ബേ രാജാധികാരം തന്നു, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന് എത്രയോ ദുരന്തങ്ങൾ നിന്റെ കരകയറ്റി. അൻത വലിയ്യി, നീയാണ് എൻ്റെ രക്ഷകൻ. അൻത വലിയ്യി, നീയാണ് എൻ്റെ രക്ഷകൻ. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ വാക്കുകളിൽ നിന്നും ഒരു രക്ഷകനെ, അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കാൻ ആ കഥയെക്കാളും മനോഹരമായ മറ്റെന്താണുള്ളത്? വെറുതെ ചോദിക്കൂ സുഹൃത്തുക്കളെ, മക്കൾ എത്രയോ ഉണ്ടായിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു, കൈപിടിച്ചവരെ പള്ളിയിലെത്തിച്ചു, ഒരു നല്ല കാര്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് ചൂണ്ടി ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു നമ്മൾ. അതേപോലെ തന്നെ ഒരു സൂയിൽ ചെന്ന് ഒരു മൃഗത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണിതൊക്കെ, ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ എന്ന മനോഹരമായ ചോദ്യം സൂറത്തുൽ ലുഖ്മാനിലുണ്ട്. സുഹൃത്തുക്കളെ, മക്കളെ ബോധപൂർവം നമ്മൾ വളർത്തിയാൽ നമ്മൾ വിചാരിക്കാത്ത ഉന്നതികളിൽ അവരെത്തും.
ഇന്നും എന്നോടൊരു ഒരു സുഹൃത്ത് പറഞ്ഞു, ചെറുപ്പത്തിൽ ഖുർആൻ പഠിക്കാൻ എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്ക് അവസരം നൽകി. ആ ഖുർആൻ പഠനമാണ് ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രക്ഷകൾക്കും പിന്നിലുള്ളത്. സുഹൃത്തുക്കളെ, അങ്ങനത്തെ വഴികൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരോർക്കും നിങ്ങളെ, എന്നും നിങ്ങളെ ഓർക്കും. നിങ്ങൾ മരിച്ച് മൺമറഞ്ഞാലും നിങ്ങളുടെ മുഖങ്ങൾ കഫംപുടകളെ കൊണ്ട് മൂടിയാലും ആ മുഖങ്ങൾ അവൻ്റെ മനസ്സിൽ തിളങ്ങി നിൽക്കും. അവൻ പ്രാർത്ഥനയ്ക്ക് കൈ ഉയർത്തുമ്പോൾ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്ക് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്കിൽ നിങ്ങൾക്ക് പൊറുക്കണേ എന്ന് പറയും. സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ ഇസ്തിഗ്ഫാർ കൊണ്ടും നാം പ്രതീക്ഷിക്കാത്ത ഉന്നതങ്ങൾ സ്വർഗത്തിൽ ആർജിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് മക്കളെ എങ്ങനെ വളർത്തണം, പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാകണം. എല്ലാറ്റിനും ഈ ഒരു പ്രഭാഷണം പൂർണ്ണമല്ല, എൻ്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, പീസ് റേഡിയോ അന്ന് തുടങ്ങി ശബ്ദിക്കൽ ഇന്ന് വരെ നിന്നിട്ടില്ല സുഹൃത്തുക്കളെ. ചൊവ്വാഴ്ചകളിൽ റേഡിയോയിൽ ഞങ്ങൾ ലൈവ് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സ്നേഹക്കൂടുണ്ട്. ഫാമിലി കോൺഫറൻസുകൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കുടുംബയോഗങ്ങൾ എല്ലാ വീടുമുറ്റങ്ങളിലും വിസ്ഡം ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബകങ്ങളിലേക്ക് സമാധാനത്തിൻ്റെ പ്രകാശവുമായി കടന്നു ചെല്ലാനുള്ള തീവ്രമായ ഒരു യത്നമാണ് ഈ ഫാമിലി കോൺഫറൻസ്. ഇൻഷാ അല്ലാഹ് ആ വെളിച്ചത്തിൽ നിന്ന് അല്പമെങ്കിലും നെഞ്ചേറ്റിയായിരിക്കും ഈ കോൺഫറൻസിൽ നിന്നും നിങ്ങൾ പോകുന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാകും. ഈ നന്മകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ നന്മകൾ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചവർക്കും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആന്റെ വഴിയിലെത്താൻ അള്ളാഹു നമുക്ക് തന്ന തൗഫീക്കും നമ്മൾ ഏറ്റവും വലിയ കാരുണ്യമായ അനുഗ്രഹമായി കാണണം. അള്ളാഹു ഈ ദീനിലൂടെ ശരിയായ ജീവിതത്തെ കണ്ടെത്തുവാനും ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനും സമാധാനത്തോടുള്ള കുടുംബജീവിതത്തിന് ഈ ഫാമിലി കോൺഫറൻസിന് ശേഷം ഇതുവരെയില്ലാത്തൊരു സമാധാന ശാന്തി നമ്മുടെ വീടുകളിൽ പുലർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.